വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനഭാഗം. നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇവിടെ യോഹന്നാൻ എന്തുകൊണ്ടാണ് പത്മോസിലേക്ക് നാടുകടത്തപ്പെടുവാൻ ഇടവന്നത്? വചനം നമ്മോട് പറയുന്നു, യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായതുകൊണ്ടാണ്. ഇതിന്റെ ചരിത്ര ഭാഗത്തിലേക്ക് കടന്നുപോയാൽ നീറോ ചക്രവർത്തി AD 54 മുതൽ 68 വരെയുള്ള കാലയളവിൽ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും 40,000 ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി തീരുവാൻ ഇടവരികയും ചെയ്തു. അതിനുശേഷമാണ് ഡൊമേഷ്യൻ ചക്രവർത്തി AD 80 മുതൽ 96 വരെയുള്ള കാലയളവിൽ ക്രിസ്ത്യാനികളെ ഈ ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപനവുമായി കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ കാണാവുന്ന ആളെ ആരാധിച്ചാൽ മതി, ഡൊമേഷ്യൻ ചക്രവർത്തി ദൈവമായ കർത്താവാണ് എന്ന് എല്ലാവരും ഏറ്റുപറയണം. എന്നാൽ അത് ഏറ്റുപറയാൻ തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുവാൻ ഇടവന്നത്. അതുകൊണ്ട് ആ ബൈബിളിൽ ഇങ്ങനെ നമ്മോട് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി ആയിരുന്നത് കൊണ്ടാണ് നാടുകടത്തപ്പെടുവാൻ ഇടവന്നത്. എന്നാൽ ഈ പത്മോസ് എന്ന് പറയുന്നത്, പത്മോസ് എന്ന ദ്വീപ് ആസിയ പ്രവിശ്യയിൽ ഏകദേശം 30 കിലോമീറ്റർ പടിഞ്ഞാറായി ഈജിയൻ കടലിടുക്കിന്റെ ഒരു മലയിടുക്കിലായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അങ്ങോട്ടാണ് യോഹന്നാനെ നാടുകടത്തിയത്. ഈ നാടുകടത്തുമ്പോൾ യേശുക്രിസ്തുവല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒത്തിരിയേറെ കഷ്ടങ്ങൾ അന്ന് അനുഭവിക്കേണ്ടി വന്നു. ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ നാടുകടത്തപ്പെട്ടപ്പോഴാണ് ദൈവം യോഹന്നാനോട് സംസാരിക്കുന്നത്. ഇതാ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു തരാൻ വേണ്ടിയുള്ള ദൈവിക വെളിപ്പാട് പകരുവാൻ ഇടവരുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുവാൻ നമുക്കൊക്കെ ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെയില്ല. യോഹന്നാൻ ഈ ഭാഗ്യം അനുഭവിച്ചിട്ടാണ് കർത്താവിനോട് കൂടെ കടന്നു വരുവാൻ ഇടവന്നത്. ഈ തിക്ത അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും മടിയില്ലാതെ കർത്താവിനെ ആരാധിക്കുവാനുള്ള കൃപ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇത്രയേറെ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ, നീറോ ചക്രവർത്തിയുടെ കാലത്തും ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും ഇതുപോലെ വലിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് യോഹന്നാനെ ഇട്ടപ്പോൾ എണ്ണ തണുത്തു പോകാനായി ഇടവന്നത്. കർത്താവിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കർത്താവിന്റെ കൂടെയാണ് ഈ പ്രഭാതത്തിലെങ്കിൽ ജീവിതത്തിലെ ചില പീഡനങ്ങളോ എതിർപ്പുകളോ
യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതിന്റെ പേരിൽ നിന്റെ ഭവനത്തിൽ നിന്ന് ആരെങ്കിലും നിന്നെ എതിർക്കുന്നെങ്കിൽ നിന്നെ കാക്കാൻ യേശുവുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ യേശുവുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശുവുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊടുത്തു പ്രാർത്ഥിക്കാമോ? അവൻ എന്നെ കരുതുന്ന ദൈവമാണ്. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. ഈ അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുവാനും ദൈവകൃപയുടെ ആഴം നിങ്ങൾ അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ തൊട്ടുണർത്തുന്നുവെങ്കിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തീയ പീഡനത്തിന്റെ നടുവിലും ക്രിസ്തുവിനായി ജീവനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നത്. നിന്റെ സാന്നിധ്യവും ശക്തി അനുഭവിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് നീ കൃപ തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.